മറ്റൊരു വാർത്തയിലേക്ക് കൂടി വരേണ്ടതുണ്ട്. അതായത് KPCC ട്രഷററായിരുന്ന വി പ്രതാപചന്ദ്രന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം വരുന്നു. DIG അക്ബറിന്റെ മേൽനോട്ടത്തിലാകും അന്വേഷണം ഉണ്ടാകുക. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് വരുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് മക്കൾ കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വരുന്നത്. വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, വലിയ അന്വേഷണത്തിലേക്കാണോ? അതായത് പരാതികൾ ഉണ്ടായിരുന്നു, മക്കൾ ഇന്നലെയും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നു. അങ്ങനെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കാണോ പോകുന്നത്? കൃഷ്ണരാജ്, അതായത് ഈ വി പ്രതാപചന്ദ്രൻ അദ്ദേഹം KPCCയുടെ ട്രഷറർ ആയിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ഏതാനും ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദം അദ്ദേഹത്തെ മാനസികമായി വളരെയധികം ഉലച്ചിരുന്നു എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മക്കൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആദ്യം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ആദ്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് KPCC നേതൃത്വം ഇടപെട്ട്, പാർട്ടി അധ്യക്ഷൻ തന്നെ ഇടപെട്ട് ആ പരാതി അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിച്ച് ഈ ആരാണോ ആ കുറ്റക്കാർ, ആർക്കെതിരെയാണോ ആക്ഷേപം ഉന്നയിക്കുന്നത്, അവർക്കെതിരെ കഴമ്പുണ്ടെങ്കിൽ, പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന കൃത്യമായ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ നടപടി വൈകിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടെത്തി ഈ മരണം സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ആ പരാതിന്മേലാണ് മുഖ്യമന്ത്രി DGPക്ക് ആ പരാതി കൈമാറി. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ DIG പോലീസ് ആസ്ഥാനത്തെ DIG ആയിട്ടുള്ള A അക്ബറിന് ഈ കേസിന്റെ അന്വേഷണം നടത്താനുള്ള ചുമതല നൽകിയിരിക്കുകയാണ്. ഈ KPCCയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഏതാനും നാളുകളായി ചില ആക്ഷേപങ്ങൾ നിലനിന്നിരുന്നു. അതിൽ ഈ പ്രതാപചന്ദ്രനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഈ പോലീസിന്റെ അന്വേഷണം നീങ്ങിയേക്കുമെന്ന സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു നടപടിയിൽ തൃപ്തരല്ല തങ്ങൾ. അതായത് പാർട്ടി ഇപ്പോൾ പ്രാഥമികമായി ഈ ഒരു നേതാവിനെ പുറത്താക്കിയിട്ടോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ തങ്ങൾ തൃപ്തരല്ല എന്നാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഇന്ന് രാവിലെയും നമ്മളോട് ഫോണിൽ വിളിച്ചപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഈ പാർട്ടി ചില നടപടികളിലേക്ക് പോകുന്നുവെന്ന സൂചന ഡാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നു. എന്താണത്? അതായത് തിരുവനന്തപുരത്തെ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വണ്ടന്നൂർ സന്തോഷിനെതിരായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മാത്രമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടന്നൂർ സന്തോഷിനെയാണ് ഇപ്പോൾ പാർട്ടി അച്ചടക്ക ലംഘനം നടത്തി, അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് KPCCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TU രാധാകൃഷ്ണൻ വണ്ടന്നൂർ സന്തോഷിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള ഒരു ഉത്തരവിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ വിശദീകരണങ്ങൾ വണ്ടന്നൂർ സന്തോഷിൽ നിന്ന് തന്നെ പാർട്ടി നേതൃത്വം തേടിയേക്കും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ. എന്തായാലും KPCC മുൻ ട്രഷററായിരുന്ന വി പ്രതാപചന്ദ്രന്റെ മകൻ പ്രജിത്ത് പ്രതാപചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, അന്വേഷണം വരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു, എന്താണ് ആദ്യ പ്രതികരണം? നല്ലൊരു കാര്യമല്ലേ, അന്വേഷണം വരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്നൊരു മാനസിക വിഷമമുണ്ട്, അത് കൂടിയേ വരുവുള്ളൂ. ഇത് ഈ പരാതി KPCC പ്രസിഡന്റിന് പറ്റുമായിരുന്നെങ്കിൽ, മോനെ എനിക്ക് കുറച്ച് സാവകാശം തരുമായിരുന്നെങ്കിൽ ഞാനത് കൊടുത്തേനെ. അപ്പൊ അത് സോഫ്റ്റ് പെഡൽ ചെയ്യാൻ അദ്ദേഹവും ശ്രമിച്ചില്ല. അദ്ദേഹം വളരെ അരഗന്റ് ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടാണ് ഞാൻ CMന്റെ അടുത്ത് പോയത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? KPCC പ്രസിഡന്റ് ഇങ്ങനെ ഒരു പരാതിയുമായി സമീപിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ഇതില് അദ്ദേഹം എന്റെ അടുത്ത് അവസാനം പറഞ്ഞ വാക്കുകൾ, ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്താണ് ഈ ഗൂഢാലോചന? ഞാൻ മകനില്ലേ, എനിക്ക് ഗൂഢാലോചന ചെയ്തിട്ട് എന്ത് കാര്യമാണ് പ്രസിഡന്റ് ഉള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്നിപ്പോൾ പാർട്ടിയിലെ DCCയിലെ ജനറൽ സെക്രട്ടറി വണ്ടന്നൂർ സന്തോഷിനെ സസ്പെൻഡ് ചെയ്യുന്ന വാർത്ത വരുന്നു, അതിൽ തൃപ്തരാണോ? അല്ല. ഇറ്റ് ഈസ് ഓൺലി എ ബിഗിനിങ് അക്കോർഡിംഗ് ടു മീ. ഇറ്റ് ഈസ് ഓൺലി എ ബിഗിനിങ്. ഇത് മറ്റ് പലരെയും രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇതില് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അപ്പോൾ തിരിച്ച് ഒരു ഗൂഢാലോചന ആരോപിക്കുകയാണ്. അതെ. പാർട്ടിക്കുള്ളിൽ അവരെ രക്ഷിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് ആരോപിക്കുകയല്ല, എനിക്കങ്ങനെ തോന്നുന്നു. ഇറ്റ്സ് മൈ വേർഷൻ. ഇത് എന്റെ വേർഷനാണ്. എനിക്ക് പൊളിറ്റിക്സ് ഇല്ല സുഹൃത്തെ, എനിക്കൊരു പൊളിറ്റിക്സ് ഇല്ല. ഞാൻ സ്വസ്ഥമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്.
ഇതിൽ പൊളിറ്റിക്കലായിട്ട് എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല. വണ്ടന്നൂർ സന്തോഷിനെ KPCC സസ്പെൻഡ് ചെയ്തത് എന്തടിസ്ഥാനത്തിലാണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ വാർത്തയിൽ പറയുമ്പോഴത്തേക്കാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഏതായാലും DGP ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. DIGക്കാണ് അന്വേഷണ ചുമതല. അതെ, അക്ബർ സാറിനാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. അതായത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിന് ഫലമുണ്ടായി. അതെ, അദ്ദേഹം എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടില്ല ഭായി. ഞാൻ പരാതി നൽകി, ക്ഷമിക്കണം, ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത്. ഞാൻ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഒരു അനുവാദം ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന പടെ എവിടെയാണെങ്കിലും വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുന്നതായിരിക്കും. അത് ഞാനും എന്റെ സഹോദരിയും സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. സഹോദരി ജർമ്മനിയിലായതുകൊണ്ട് ഞാൻ ഇവിടെ ഓൺലൈൻ നടത്താനുള്ള പ്ലാനാണ്, അദ്ദേഹത്തിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ. ശരി, പ്രജിത് പ്രതാപചന്ദ്രൻ പ്രതികരിച്ചതിന്. KPCC പ്രസിഡന്റിനെ കണ്ട് ഇക്കാര്യം പറയുമ്പോൾ ഈ പരാതിക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അരഗന്റായി പെരുമാറി എന്നാണ് പ്രജിത്ത് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചു, പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ DGP നിർദ്ദേശം നൽകുന്നു അന്വേഷിക്കാൻ. അതിന് DIG അക്ബറിന് അന്വേഷണ ചുമതല വരുന്നു. അന്വേഷണ പ്രഖ്യാപനത്തിൽ വളരെ സന്തോഷമുണ്ട് എന്ന പ്രതികരണമാണ് പ്രജിത് പ്രതാപചന്ദ്രൻ നൽകുന്നത്. അങ്ങനെ മുൻ KPCC ട്രഷറർ V പ്രതാപചന്ദ്രൻ്റെ മരണത്തിൽ ആരോപിക്കപ്പെടുന്ന പരാതി, അതിൽ അന്വേഷണം വരുന്നു എന്ന വാർത്തയാണ് ഒടുവിൽ കിട്ടുന്നത്.